ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ്ഫുൾ ഇവൻറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്ക പ്രാപ്തിയുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ അല്ലെങ്കിൽ ഓരോരോ വാർത്തകൾ അല്ലെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വാർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ കാര്യം വ്യക്തമായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ അഥവാ അല്ലെങ്കിൽ ഒരു നല്ലൊരു ട്രേഡിംഗ് ഡിസിഷൻസ് നിങ്ങളുടെ ഈ ട്രേഡിംഗ് ജേർണിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ബുദ്ധിപരമായിട്ടൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ എക്കോണമിക് കലണ്ടർ വൈസ് അല്ലെങ്കിൽ ഒരു അൺസേർട്ടൈൻ ആയിട്ടാണ് ഈ ഒരു ഇവൻറ്റ്സ് നടക്കുന്നതെങ്കിൽ അവർ പ്രീവിയസ്ലി പല ന്യൂസുകളിലൂടെയൊക്കെ അവർ ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. Introduction ആണ്. In today's video we will explore the important events, news and information that can influence Indian market. Okay, ഫസ്റ്റ് എന്ത് പറയുന്നത് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്താണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്? എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന പല പല എന്താ പറയുക മാറ്റങ്ങൾ അല്ലെങ്കിൽ ന്യൂസുകൾ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്നെസ്, അതായത് ഒരു നല്ലൊരു ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി നെക്സ്റ്റ് അത് ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഇന്ത്യയിലേക്ക് എന്താ പറയുക അധികാരം ഏറ്റെടുക്കുന്നു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു എക്കണോമീനെ ഓവറോൾ ആയിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള സൂചികകളാണ് എക്കോണമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഇൻഡിക്കേറ്ററാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഫ്ലേഷൻ റേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് GDP എന്ന് പറയുന്നത് ഇപ്പം ഓവറോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ, ഇപ്പം ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ടോട്ടൽ സമ്മേഷനാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു GDP ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള വളർച്ചയുടെ വക്കിലാണ് എങ്കിൽ ആ ഒരു രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് നമ്മൾ പർട്ടിക്കുലർ എടുക്കാതെ ഒരു GDP മറ്റൊരു പല രാജ്യങ്ങളിലും ശക്തമായിട്ട് ഉയരുകയാണെങ്കിൽ ആ രാജ്യം നല്ലൊരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയം അത് GDP താഴോട്ടേക്കാണെങ്കിൽ ആ രാജ്യം കുത്തനെ ഒരു താഴ്ചയുടെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പണപ്പെരുപ്പമാണ്. അതായത് നമ്മൾ ഓരോ വർഷവും നമ്മളുടെ എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസിന് ഉണ്ടാകുന്ന വില വ്യത്യാസം മീൻസ് ജനറൽ ആയിട്ടുള്ള പ്രൈസ് ഇൻക്രീസ്മെൻറ്റ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒക്കെ ഒരു ആവറേജ് ഇൻഫ്ലേഷൻ ലെവൽ എന്ന് പറയുന്നത് 6% ആണ്. അതായത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രൊഡക്ട്സിൻ്റെ വില ഓരോ വർഷം കഴിയും തോറും 6% വൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനാണ്. അതായത് ഒരു കൺട്രിയിലെ ടോട്ടലായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, അതായത് ഫാക്ടറീസിലും മറ്റും ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ലെവൽ അത് ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ ആ കൺട്രിയിൽ നന്നായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അത് ഓൾവേസ് ഗുഡ് ഫോർ എ കൺട്രി, അത് ഇൻക്രീസ് ആവുന്നതാണെങ്കിൽ. ഓക്കെ, അങ്ങനെ ഇൻക്രീസ് ആവുന്നതാണെങ്കിൽ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് ഉപഭോഗിക്കാനുള്ള ഇൻക്രീസ്, അതായത് സാധ്യത കൂടുതലാണ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് ഡാറ്റയാണെങ്കിൽ അത് ബിയറിഷ് ഔട്ട്ലുക്ക്, മാർക്കറ്റ് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് പോകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ റിസർവ് ബാങ്ക്, അതായത് അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് എടുക്കുന്ന ഒരു നയമാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് മാർക്കറ്റിൽ, അതായത് ഓരോ മാസവും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, റിവേഴ്സ് റിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ RBI ഗവർണർ വന്നിട്ട് രാജ്യത്തിനോട് അഭിസംബോധന ചെയ്യും. ഓക്കെ, അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതായത് ഇപ്പം ഒരു നമ്മുടെ ഇന്ത്യയിലെ ഒരു കൺസ്യൂമർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവരെത്ര ഇൻട്രസ്റ്റ് അടക്കണമെന്ന് നിർണ്ണയിക്കുന്നത് RBIയുടെ ഈ ഓരോ ഡിസിഷനാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഗ്രേറ്റ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ലോൺ എടുക്കുമ്പോൾ അവരെത്ര ഇൻട്രസ്റ്റ് അടക്കണം, പേഴ്സണൽ ലോണിൽ എത്ര അടക്കണം, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് EMI എത്ര ഉണ്ടാകണം എന്നൊക്കെ നിർണ്ണയിക്കുന്നത് RBIയുടെ ഈ മോണിറ്ററി പോളിസിയിലൂടെയാണ്. അത് ഇൻഫ്ലേഷൻ വൈസാണ് RBI നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നത്. RBIയുടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള അധികാരമാണ് അത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോർപ്പറേറ്റ് ഏർണിങ്സ് റിപ്പോർട്ട്.
കോർപ്പറേറ്റ് ഏണിംഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കമ്പനികൾ ക്വാർട്ടർലി ബേസിസിൽ അതിൻ്റെ ഏണിങ്സ് റിപ്പോർട്ട് റിവീൽ ചെയ്യും. അതായത് അവരൊക്കെ എന്താ പറയുക, പബ്ലിക്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസാണ്. സോ അത് സെബിയുടെ റൂൾ അനുസരിച്ചിട്ട് അവർ ക്വാർട്ടർലി ബേസിൽ അവരുടെ ഏണിങ്സ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇപ്പം പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കമ്പനിയാണ് ഇപ്പോൾ റിലയൻസ്, മുകേഷ് അംബാനിയുടെ റിലയൻസ്, അതുപോലെ തന്നെ ICICI ബാങ്ക്, HDFC ബാങ്ക്. ഈ ഒരു കമ്പനിയൊക്കെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സ് ഇപ്പം പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട്സാണ് ഈ കമ്പനി പുറത്തേക്ക് വിടുന്നതെങ്കിൽ ഈ ഒരു പവർ കൊണ്ട് മാർക്കറ്റിൽ നല്ല ശക്തമായിട്ടുള്ള ബൈയിങ് ഈ സ്റ്റോക്കിൽ നടക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ നടക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ കമ്പനികൾക്ക് സാധിക്കും. സോ ഈ ഒരു ന്യൂസുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോർപ്പറേറ്റ് ഏർണിങ്സ് റിപ്പോർട്ട്. ഓക്കെ, ഇൻവെസ്റ്റർ കോൺഫിഡൻസ്, കമ്പനിയിൽ നല്ല രീതിക്കുള്ള ഏർണിങ്സ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കും. സോ ഇൻവെസ്റ്റേഴ്സ് പല ഭാഗങ്ങളിൽ നിന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹ്യൂജ് സം എമൗണ്ട് ഇതിലേക്ക് നിക്ഷേപിക്കാൻ ആരംഭിക്കും. നെക്സ്റ്റ് ആണ് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു രാജ്യത്തിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് എങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനും അതുപോലെ തന്നെ എടുത്ത ഒരു തീരുമാനം ഉപേക്ഷിക്കാനും സാധിക്കും. സോ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ ഇപ്പം BJP ഗവൺമെൻറ്റാണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് ശക്തമായിട്ടുള്ള മെജോറിറ്റി കഴിഞ്ഞ 10 വർഷത്തേക്ക് ഉണ്ടായിരുന്നു. സപ്പോസ് ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് ഈ ഇലക്ഷനിൽ ഫെയിലായി എന്ന് കരുതുക. സോ നെക്സ്റ്റ് വരുന്ന ഗവൺമെൻറ് ഇവരെടുത്ത നയങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയൊരു നയങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടാകും. സോ ഈ നയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട കമ്പനീസിനും അഫക്റ്റ് ചെയ്യിക്കാൻ പ്രാപ്തിയുള്ള നയങ്ങൾ ഇവർക്ക് എടുക്കാൻ പറ്റും. സോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് BJP ഗവൺമെൻറ് കൊടുത്ത ബെനഫിറ്റ്സ് ഇവർ നീക്കം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു എന്താ പറയുക ബിയറിഷ് ഔട്ട്ലുക്ക് ഉണ്ടാകും. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് നിക്ഷേപകർ പടിയിറങ്ങും. സോ അങ്ങനെ ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ലെവൽ താഴോട്ടേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റിഫോംസ് സച്ച് ആസ് ചേഞ്ച് ഇൻ ടാക്സേഷൻ, trade agreements or regulatory frameworks can impact specific sectors or the overall market sentiment. Traders should stay informed about government announcements and their potential implications of the market. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലോബൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള റഷ്യ-ഉക്രൈൻ വാർ, അതൊക്കെ റഷ്യ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ ഒരു മേജറായിട്ടുള്ള ലാർജസ്റ്റ് കൺട്രിയാണ്, അതുപോലെ തന്നെ മേജറായിട്ടുള്ള ഒരു എക്കോണമി കൂടിയാണ്. സോ ആ രാജ്യത്തുണ്ടാകുന്ന ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടായാൽ അത് ഓവറോൾ എക്കോണമീനെ ബാധിക്കാൻ, ഗ്ലോബൽ എക്കോണമീനെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ എന്താ പറയുക ഇൻവെസ്റ്റേഴ്സ് അസംഷൻ നടത്തിയത് കൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ വാർ ഡിക്ലെയർ ചെയ്ത നെക്സ്റ്റ് ഡേ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായിട്ടുള്ള ഒരു ബിയറിഷ് മൂവിലേക്ക് പോയത്. ഗ്ലോബൽ ഇവൻറ്റ്സ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഹാവ് റിപ്പിൾ എഫക്റ്റ് ഓൺ ദി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഫാക്ടേഴ്സ് സച്ച് ആസ് ഇന്റർനാഷണൽ ട്രേഡ് ഡിസ്പ്യൂട്ട്സ്, ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഓർ മേജർ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഇൻ അതർ കൺട്രീസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ് ആൻഡ് മാർക്കറ്റ് ഡൈനാമിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് സെക്ടർ സ്പെസിഫിക് ന്യൂസ്. സെക്ടേഴ്സ് എന്ന് പറയുമ്പം എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ ടെക്നോളജി സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ FMCG സെക്ടർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ടെക്നോളജി സെക്ടറിൽ ഒരു നല്ലൊരു നൂതനമായിട്ടുള്ളൊരു ടെക്നോളജി ഗ്ലോബലി വന്നു കഴിഞ്ഞാൽ അത് ടെക്നോളജി സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യും. സോ ഈ ഒരു സെക്ടറിൽ കൂടുതൽ മണി പമ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ ഈ ഒരു അറിവിൽ നമ്മൾ ആ ഒരു മാർക്കറ്റിലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ വിത്തിൻ 1 or 2 years അല്ലെങ്കിൽ വർഷം കഴിയും തോറും നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് മണി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, ന്യൂസ് റിലേറ്റഡ് ടു സ്പെസിഫിക് സെക്ടേഴ്സ് സച്ച് ആസ് ചേഞ്ച് ഇൻ റെഗുലേഷൻസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് or supply chain disruptions affect performance of the companies within these sectors. Traders should stay updated on sector specific developments to identify trading opportunities. അതുപോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഹൈ ടാക്സ് ഇംപ്ലിക്കേഷൻ കൊണ്ടുവന്നാൽ ആ ഒരു സെക്ടറിലുള്ള എന്താ പറയുക ഇതുവരെ ഉണ്ടായിരുന്ന ബുള്ളിഷ് മൂവ്മെൻ്റ് ഒക്കെ പെട്ടെന്ന് താഴോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്.
ഇപ്പം നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ടുബാക്കോ സെക്ടറിലുള്ള കമ്പനികളിൽ ഹൈ ടാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻ്റ് ഒക്കെ അവർ ബിയറിഷ് ഔട്ട്ലുക്കിലേക്ക് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വിറ്റഴിക്കാൻ ആരംഭിക്കും. നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് വിക്സ്, വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഓർ പുട്ട് കോൾ റേഷ്യോസ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് ആൻഡ് മാർക്കറ്റ് വോളറ്റിലിറ്റി. Monitoring these indicators can help traders gauge market sentiment and anticipate potential market movements. അതായത് വിക്സ് എന്ന് പറയുന്നത് ഒന്നും തന്നെയല്ല, അതായത് ഒരു പർട്ടിക്കുലർ മന്തിലേക്ക് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കൂടി അസ്യൂം ചെയ്യുന്ന ഒരു സഡൻ മാർക്കറ്റ് മൂവ്മെൻറ്റിനെയാണ് വിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വിക്സ് എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക്, ഇപ്പോൾ ഇന്ത്യേൻ്റെ എക്സാമ്പിൾ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രധാനപ്പെട്ട HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ബാങ്ക്, ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നല്ല ശക്തമായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ താഴോട്ടേക്ക് വരാനുമുള്ള പ്രോബബിലിറ്റി ഈ ഒരു മാസം വളരെ കൂടുതലാണ് എന്ന് ഇൻവെസ്റ്റേഴ്സിന് തോന്നുകയും ഈ ഒരു രീതിയിൽ ഒരു ബൈയിങ് സെല്ലിങ് നടക്കുകയും ചെയ്താൽ ഇന്ത്യയിലെ വിക്സ് വോളറ്റിലിറ്റി ഇൻഡെക്സ് പ്രോബബിലിറ്റിക്കലി അത് വളരെ ശക്തമായിട്ട് ഉയരാനും താഴാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിലെ പ്രീമിയംസ് ഒക്കെ വളരെ ശക്തമായിട്ട് ഉയരും. ഓക്കെ, സോ ഇത് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഈവൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും. സോ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ ഹൈ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൊസിഷൻ സൈസിങ് വളരെ ലോ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മളൊരു ഹൈ എമൗണ്ട് ഇട്ടിട്ട് ഈ ഒരു മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ അധികമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കൺക്ലൂഷൻ ആണ്. നമ്മൾ പറയുന്നത് ബീയിങ് അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ അഫക്ട് മാർക്കറ്റ് സെന്റിമെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ നാവിഗേറ്റിംഗ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ബൈ സ്റ്റേയിങ് ഇൻഫോംഡ് ആൻഡ് പ്രൊയാക്റ്റീവ് ട്രേഡേഴ്സ് ക്യാൻ ക്യാപിറ്റലൈസ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായി മുന്നേ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററും അതുപോലെ തന്നെ ട്രേഡറും ആകാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓക്കെ, നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ തീർത്തു. എന്തായാലും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.